ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഓരോ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ പറഞ്ഞ തൊട്ട് നിങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് കുറച്ച് പരിപാടി ഉണ്ടെന്ന്. അപ്പം അതായത് ഇന്ന് ഞാൻ രാവിലെ ഞങ്ങളുടെ കുറച്ച് പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് രാവിലെ ഇറങ്ങാൻ പോവാം. അപ്പം ആ പള്ളിയിൽ പോകണം. പിന്നെ അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് നമ്മുടെ വണ്ടി ഇടാൻ വേണ്ടി ഷെഡ് അടിക്കുന്നുണ്ട്. അവിടെ അങ്ങോട്ടൊന്ന് പോകണം ഗൈസ്. ആ ഷെഡ് അടിക്കേണ്ടത് പോകണം. പിന്നെ അതുമല്ല പിന്നെ വണ്ടിയുടെ സ്റ്റിക്കർ ഇന്നലെ പറഞ്ഞ വണ്ടി സ്റ്റിക്കറൊക്കെ അടിക്കണം. അതുപോലെ വണ്ടിയുടെ മേലെ അടിക്കുന്ന സ്റ്റിക്കർ മേടിക്കാൻ വേണ്ടി പോകണം. പിന്നെ കുറച്ച് പരിപാടികളുണ്ട്, അതെല്ലാം എടുക്കാനൊക്കെ പോകണം. അങ്ങനെ കുറച്ച് തിരക്കുണ്ട് ഗൈസ്. അപ്പം ഇന്ന് രാവിലെ ഞാൻ പോകാൻ പോകണം. കുറച്ച് പന്തളത്തോട്ട് പോകണം. പന്തളത്തൊരു പള്ളിയാണ്, അവിടെ പോകണം. പിന്നെ മൂന്നാംകുട്ടിക്ക് പോകണം. അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിലാണ് പോകുന്നത്. വണ്ടി അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഇത് നമ്മുടെ പഴയ വണ്ടി, എനിക്ക് മനസ്സിലാകാൻ തരത്തില്ല, നമ്മുടെ ബിബിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നേരെ ഞാൻ പോയിട്ട് വരാം കേട്ടോ ഗൈസ്. അതുപോലെ ഞാൻ കാര്യം പറയാൻ പറഞ്ഞു, നമ്മൾ ഈ ബൈക്കിനെ പറ്റി പറഞ്ഞില്ല ഗൈസ്. ഞാൻ ഈ വണ്ടി ഓൾറെഡി നമ്മുടെ എൻ്റെ ഒരു കസിനുണ്ട് ബിബിൻ എന്ന് പറഞ്ഞാൽ, അവൻ്റെ വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ കുറേ അപ്ഡേഷൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അതായത് ആ പറഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെയ്യണേ. ഈ സാധനം ഇതിൻ്റെ സ്റ്റോക്ക് സാധനം വരുന്നത് വേറെ മോഡൽ. ഇവിടെ വന്നൊരു കിഴുത്തയൊക്കെ വരും ഗൈസ് ഇവിടെ. ഇതൊക്കെ നമ്മൾ മാറ്റി, പിന്നെ ഫ്രണ്ടിലത്തെ മഡ്ഗാർഡ് മാറ്റി, പിന്നെ താഴത്തെ അണ്ടർവെല്ല് വെച്ച്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ ഈ വണ്ടിക്ക് ഇത് ചെയ്ത് കേട്ടോ. ഇപ്പം ഇങ്ങനെയാണ് വണ്ടി അവിടെ ഇരിക്കുന്നത്. കുറച്ച് പണിയുണ്ട് ഇനി ബാക്ക് സൈഡിലൊക്കെ. പിന്നെ ഫ്രണ്ട് നിയോൺ വർക്കിൻ്റെ കുറച്ച് പണി, ഇതൊക്കെ നമ്മൾ അന്ന് ചെയ്ത് വെച്ചിരുന്നത്. ഇതൊക്കെ മാറ്റണം, ഇവിടെയൊക്കെ വേറെ രീതിയിലാക്കണം. ഇത്തരം പരിപാടിയാണ് കഴിച്ച് നമ്മൾ ഈ വണ്ടിയിലിപ്പം ഓൾമോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ നേരെ നമുക്കിനി പോയിട്ട് വരാം കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ വണ്ടിയുടെ ഷെഡ് വരുന്നത്. ഈ കമ്പി ഉണ്ടോ, ഈ പൊക്കത്തി ഇത്രയും അവിടെ വരും വണ്ടി വിടും. അതിന് നമ്മളിവിടെ എല്ലാം പൊളിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് വണ്ടി കയറാൻ വേണ്ടിയല്ല, വണ്ടി ഒടിഞ്ഞ് കയറത്തില്ല ഇങ്ങോട്ട്. ഈ ലൈറ്റിൽ വരും, ഈ പൈപ്പിൻ്റെ ലൈറ്റ് താപ്പോട്ട് പണിയാൻ നടന്നിട്ടിരിക്കുക. നമുക്ക് ഇനി കുറേ അടുത്ത് പോകുന്നുണ്ട്. ഇനി കുറച്ച് സംഭവം മേടിക്കാൻ കണ്ടോ. അങ്ങനെ നമ്മൾ ഷെഡിൻ്റെ അവിടെ പോയിട്ട് തിരിച്ച് ലിജിനസിൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. ഇതാണ് ലിജിനസിൻ്റെ വീട്. പിന്നെ നമ്മൾ ഇന്നലെ ഈ വണ്ടി കൊണ്ടുപോയിട്ട് ഇവിടെ ബിഗ് ബോയും പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ച്, അതേപോലെ ഈ ഗ്ലാസിൻ്റെ അകത്ത് ഈ സാധനം വെച്ച്. അപ്പം ഇവള് പറ ഇത് കണ്ടോ, സംഭവം ചെറുതായി പോകുന്നു. നിങ്ങളുടെ അഭിപ്രായം പറ. ഈ ബസ്സിനകത്ത് കൂട്ട് ഇത്രയും വലുതായിട്ടൊക്കെ അടിച്ചാൽ വൃത്തിയിടാവുന്നത് ലിവിയായി എന്തെന്ന് പറയില്ല. ഇപ്പം ഇതിൻ്റെ ആവശ്യമുള്ളതുണ്ടോ, കറക്റ്റ് ഒരു 3 ഇഞ്ച് വീതി കണ്ടോ. പിന്നെ നമ്മുടെ മറ്റേ സ്റ്റിക്കർ എടുത്തിട്ട് വന്നത് വണ്ടിയുടെ ഇന്നലെ അടിച്ചിട്ട് വന്നത് ഗൈസ്. അതേപോലെ തന്നെ നമ്മുടെ കാറിന് നമ്മുടെ ട്രാവലറിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മേലടിക്കാൻ വേണ്ടി പേരും, അതേപോലെ പിന്നെ ഒരു യേശുവിൻ്റെ ഫോട്ടോ, ഇതൊക്കെ നമ്മൾ ഇന്നലെ വൈകിട്ട് സ്റ്റിക്കർ തന്നായിരുന്നു. നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ എടുത്തിട്ട് വരും. ഇതാണ് നമ്മൾ വണ്ടിയുടെ പേര്. ഇത് നമ്മൾ ജസ്റ്റ് വണ്ടി ഡെലിവറിക്ക് വേണ്ടി അടിച്ചിറക്കുന്ന ഒരു പേരാണ്. ഇതൊന്നും അല്ല സത്യം പറഞ്ഞ വണ്ടിയുടെ പേര്. ഇത് നമ്മുടെ വണ്ടിക്ക് തൊട്ടിക്കുള്ള ഒരു യേശുവിൻ്റെ ഫോട്ടോയാണ്. ഇത് നാളെ പിടിച്ച് ഞങ്ങൾ നാളെ രാവിലെ ഇവിടുന്ന് പോകും, നേരെ ചേർത്തലയ്ക്ക് പോകും. ചേർത്തല പോയിട്ട് അവിടുന്ന് വണ്ടി ഇറക്കി അവിടുത്തെ കുറേ പരിപാടിയൊക്കെ നമ്മൾ നാളെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഉണ്ട് ഇല്ലേടി. ഇൻസ്റ്റാഗ്രാം പേര് പറഞ്ഞു ബിഗ് ബോയ് ട്രാവൽ. അതെ, അതിനകത്ത് ഞങ്ങൾ ലൈവ് ഇടും ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും ആ വീഡിയോ ഞാൻ തന്നെ നിങ്ങളതിനകത്ത് കാണണം, ലൈവ് മാറിപ്പോയി. അപ്പം ഇത്ര സംഭവമായിട്ട് രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോകും. പോയിട്ട് നാളെ അവിടെ ചെന്ന് മാലയൊക്കെ കിട്ടി ബലൂണൊക്കെ മേടിക്കാം, എല്ലാം മേടിക്കണം ഗൈസ്. നാളെ കേക്കൊക്കെ മേടിച്ച് മുറിച്ച് ഒരു സെറ്റ് ആഘോഷമായിട്ട് ഞങ്ങൾ എല്ലാ പരിപാടിയും നാളെ തൊട്ട് തുടങ്ങാൻ പോകും. അല്ലേ ലീവേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഒരു ചെറിയ വീഡിയോ, ഞങ്ങൾ ഷെഡൊക്കെ ഉണ്ടാക്കി വീഡിയോ കാണിക്കാം. ബാക്കി വീഡിയോ നാളെ കാണിക്കാം.